രണ്ടും കൽപ്പിച്ച് എനിക്ക് വേണ്ടി ഞാനൊരു സാധനം ഓർഡർ ചെയ്തു. ഇവിടെ നൂൺ ആപ്പിൽ എക്സ്പ്രസ് ഡെലിവറി ഉള്ളതുകൊണ്ട് 1 അവറിനുള്ളിൽ തന്നെ സംഭവം ഡെലിവറായി. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റ് ആണെങ്കിലും ചെയ്യുന്ന വർക്കുകൾ നാലാൾ കാണാനും ഓർഡേഴ്സ് അത് ത്രൂ കിട്ടാനും കോണ്ടന്റ് ക്രിയേഷൻ 1-2 വർഷമായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇതുവരെ ഒരു മൈക്കില്ലാതെ റൂമിൻ്റെ ഏതെങ്കിലും മൂലയിൽ പോയിരുന്നാണ് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യാറ്. പകുതിക്ക് വെച്ച് ഈ പരിപാടിയൊക്കെ നിർത്തിപ്പോന്നുള്ളൊരു ഡൗട്ടുള്ളതുകൊണ്ടാണ് പുതിയൊരു മൈക്ക് വാങ്ങാനൊന്നും മുതിരാത്തത്. ഇപ്പം എന്തായാലും അത്യാവശ്യമായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നി, അങ്ങനെ വാങ്ങി. ഈ മൈക്കിനെ പറ്റി വലിയ ധാരണയില്ലെങ്കിലും നോയിസ് ക്യാൻസലേഷൻ വേണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഈ ബ്രാൻഡിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ലെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് തന്നെ. മൈക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ സി പിന്നായിരുന്നു കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. പക്ഷേ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഫോൺ ആണെന്നുള്ളത്. അതിൽ വേറൊരു ബോക്സും കൂടി ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ 2 സംഭവം കണ്ടു. അതും കൂടി വെച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം, അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. ഈ കവറിൽ തന്നെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു പിന്നും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടിയേനെ. പെട്ടിയൊക്കെ പൊളിച്ച സാധനങ്ങളൊക്കെ പുറത്തെടുത്ത സ്ഥിതിക്ക് ഇതിനി ഒന്ന് പരീക്ഷിച്ച് നോക്കാം, എങ്ങനെയാണ് വർക്കാവുന്നുണ്ടോയെന്നൊക്കെ. ഇതിൻ്റെ പാക്കേജ് ഭയങ്കര രസമാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൈക്കിൻ്റെ സൈസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ക്ലിപ്പും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റും വരുന്നുണ്ട്. ഇനി ഇതിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ആക്ച്വലി റെക്കോർഡ് ചെയ്ത വോയിസ് കേട്ട് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് ഫോണിങ്ങനെ വായുടെ അടുത്തിങ്ങനെ പിടിച്ചിട്ട് വോയിസ് കൊടുത്ത് മെനക്കിടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വരുന്ന വീഡിയോസൊക്കെ ചെയ്യാം. ഇത് ആദ്യമായിട്ട് ആയതുകൊണ്ടായിരിക്കാം നല്ല ചമ്മലുണ്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. പിന്നെ ആകുമ്പോഴത്തേക്കും സെറ്റായിക്കോളും. ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്ലാരിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. നോക്കട്ടെ. യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിലങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. വല്ല യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്യണം. ഇതിന് ക്യാപ്പായിട്ടിടാനായിരിക്കണം എന്ന് തോന്നുന്നു. ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ സൗണ്ടിന് വല്ല വ്യത്യാസമുണ്ടോ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ എന്തായാലും ഞാൻ വാങ്ങിയ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ബൈ.